+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നൊക്കെ. അപ്പോൾ അവർക്ക് ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷൻ ചെയ്യുമ്പോൾ ഏറ്റവും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒന്ന് റിജക്റ്റ് ആയാൽ, നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് എന്തെങ്കിലും റിജക്റ്റ് ആയാൽ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് അഡ്മിഷന്റെ നോട്ടിഫിക്കേഷൻ വരും. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരും. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ. മോഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോരോ പ്രോസസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അഡ്മിഷൻ ചെയ്യുന്നവർക്ക് ഓൺലൈനായിട്ട് മാത്രമേ നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഡ്മിഷൻ ചെയ്യുമ്പോൾ ഏറ്റവും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അഡ്മിഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൂഫ് സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് പ്രൂഫ് ആയിട്ട് വരുന്നത് നമ്മുടെ ഒരു അഡ്മിഷൻ ചെയ്യുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ വേണം, പിന്നെ +2 സർട്ടിഫിക്കറ്റ്, പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ TC വേണം. TC 50 വയസ്സിന് മുകളിലുള്ളവർക്ക് TC നൽകേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് TC നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി TC ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആ ടൈമിൽ, അഡ്മിഷൻ ടൈമിൽ TC ഇല്ല എന്ന് വിചാരിച്ചിട്ട് അഡ്മിഷൻ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് TC രജിസ്ട്രേഷൻ ടൈമിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് ഇപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആധാർ കാർഡും നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ ആധാർ കാർഡ് എന്തായാലും നിർബന്ധമായിട്ട് വേണം. ആധാർ കാർഡിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ആധാർ കാർഡിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അഡ്മിഷൻ ടൈമിൽ നമുക്ക് ആധാർ കാർഡ് പറ്റില്ല. ഓക്കെ, അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ആധാറിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. പിന്നെ വേണ്ടത് ഇൻകം, കാസ്റ്റ്, NCL സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് കേട്ടോ. അപ്പം ഇത്രയാണ് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ചെയ്യേണ്ടത്, അതായത് അഡ്മിഷൻ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട പ്രൂഫ് കേട്ടോ. പിന്നെയുള്ളത് മൂന്നാമത്തെ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ ആണ്, ഫീസ് ആൻഡ് മോഡ് ഓഫ് റെമിറ്റൻസ്. അതായത് നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫീസ്. നമ്മുടെ അഡ്മിഷൻ ടൈമിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അഡ്മിഷൻ ചെയ്യാൻ സാധിക്കില്ല. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഒഫീഷ്യൽ അഡ്മിഷൻ പോർട്ടലിൽ അല്ലാതെ യൂണിവേഴ്സിറ്റി മറ്റൊരു തരത്തിലും ഫീസ് കളക്ട് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഓൾറെഡി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ആരും അടിച്ചിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. ഓക്കെ, ഇനി +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഏത് സബ്ജക്റ്റ് എടുക്കണം, ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് എടുക്കണം എന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസ് നമ്മൾ ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രിയുടെ ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. എമൗണ്ട് ഒന്നും വേണ്ട, ജസ്റ്റ് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.